അത് ഇതിൻ്റെ സ്റ്റെം സെൽസ്, അതായത് മൂലകോശം, ആ മൂലകോശത്തിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ സ്വഭാവമാണത്. ഇപ്പം നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പം ഒരു കെട്ടിത്തൂങ്ങി ജീവൻ ഒടുക്കാൻ വേണ്ടി കെട്ടിത്തൂങ്ങുന്നവനും ശരീരം ശ്വാസം മുട്ടുമ്പം പെടയാണ്. അവൻ്റെ തീരുമാനത്തിലാണ് അവൻ കെട്ടിത്തൂങ്ങുന്നത്. പക്ഷെ അപ്പോഴും ആ ശരീരം പെടയുന്നുണ്ട്. എന്തുകൊണ്ടാ? കാരണം ആ ശരീരത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആ ശരീരത്തിന് എന്നും നന്മയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ആ ശരീരം ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി അതിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം അതിന് ജനറേഷൻ, തലമുറകളേക്കാൾ മുമ്പുള്ളതാണ്. എന്ന് തൊട്ടാണോ ഈ ശരീരം ഉണ്ടായത്, അന്ന് തൊട്ട് തന്നെ ആ ശരീരം ഉണ്ടാവാനുള്ള കാരണവുമായിട്ട് അത് കണക്റ്റഡാണ്. എന്നതുപോലെ തന്നെ നിങ്ങളൊരു മതത്തിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ജാതിയിലോ നിൽക്കുമ്പോൾ പലപ്പോഴായിട്ട് ഈ മതവും ജാതിയെയും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഷാഫി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ പേരിലും അല്ലാതെയും അവരെ നഗ്നമായിട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗം എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴായി കടന്നു പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് കടന്നു പോണത്? കാരണം നമ്മൾ സങ്കടപ്പെടുമ്പം, നമ്മൾ വിഷമിക്കുമ്പം, നമ്മൾ വാശി പിടിക്കുമ്പം, നമ്മൾ ദേഷ്യം പിടിക്കുമ്പം, കാരണം ഇങ്ങനെ എനിക്ക് ദേഷ്യം വന്ന്, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേവിയേഷൻ നിരന്തരം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക്